നമസ്കാരം. ഇഫ് ലൈഫ് ഇസ് എ സോങ്, ഗോഡ് ഇസ് ഇറ്റ്സ് ഡിവൈൻ കണ്ടക്ടർ. ഈ ജീവിതത്തിലെ നല്ല കുറച്ച് നിമിഷങ്ങൾ പങ്കിടുവാനായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. I welcome you all to witness yet another splendid episode of Superstar. നമ്മുടെ തേർഡ് സ്റ്റേജിലെ പെർഫോമൻസസിലേക്ക് കടക്കുന്നതിന് മുൻപ് സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട ജഡ്ജസിനെ. ശരത് സർ, അൽഫോൻസ് ഏട്ടാ, മഹതി മാം, വെൽക്കം ജഡ്ജസ്. അടുത്തതായി let me invite the splendid panel of musicians we have here. ടീം മ്യൂസിക് ഐഡിയിലെ എല്ലാ ചേട്ടന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ തേർഡ് സ്റ്റേജിൽ 2 റൗണ്ട്സായ ഡുവറ്റ് സോങ്സ് റൗണ്ട് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് സോങ്സ് റൗണ്ടിലെ പെർഫോമൻസസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ഫസ്റ്റ് പെർഫോമർ ഋത്വിക് ആണ്. ഈസ് കമ്മിങ് ഡൗൺ ടു പെർഫോം ഇൻ ദ റൗണ്ട് ഡുവറ്റ് സോങ്സ്. സോ നമുക്ക് സ്വാഗതം ചെയ്യാം ഋത്വിക് ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർസ്റ്റാർ. ഹായ്. ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഡുവേറ്റ് റൗണ്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ ഡുവേറ്റ് പാടാൻ എത്തിയത് നല്ലൊരു സിംഗറാണ്, ദീപ്തി എന്നാണ് പേര്. കുറേ റിയാലിറ്റി ഷോസൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പാടുന്ന പാട്ട് ജബ്സേ മേരെ ദിൽഖുഫ് എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. मेरे दिल का उफ कुछ भी मरना आ गया, सबको चेहरे पढ़ना आ गया, सबको इस शहर में चेहरे पढ़ना आ गया, जब से मेरे दिल को तुझ पे मरना आ गया, तो आ आ आ आ भी जा, ना ना नजरे चुरा, ये जमाना भी देखे जरा, जब से मेरे दिल को तुझ पे मरना आ गया, सबको चेहरे पढ़ना आ गया, सबको इस शहर में चेहरे पढ़ना आ गया, जब से मेरे दिल को तुझ पे मरना आ गया, तू आ आ आ आ भी जा, ना ना नजरे चुरा, ये ज़माना भी देखे जरा, से मेरे दिल का उफ गुल्लम गुल्लम मुस्कुरा, जुल्फी के तक के आ जरा, मैं ही मैं हूँ और बस तू ही तू, गुपचुप अब नहीं, चुप 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 अब नहीं, झड़ने दो अब गुल के गुफ्तगू, ख्वाबों में मुझको यकीन अब करना आ गया, सबको इस शहर में चेहरे पढ़ना आ गया, आ भी जा, ना ना नजरे चुरा, ये जमाना भी देखे जरा, जब से मेरे दिल को
बस यही नखरे है तेरे, होश उड़ाते हैं मेरे, मेरी नहीं है इसमें कुछ कता, प्यार करता तो फिर क्यों डरना आ गया, सबको इस शहर में चेहरे पड़ना आ गया। तू आ भी जा, ना 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 सिरे चुरा, ये ज़माना भी देखे जरा। जब से मेरे दिल का उफ तुझ पे मरना आ गया, सबको चेहरे पड़ना आ गया, सबको इस शहर में चेहरे पड़ना आ गया, जब से मेरे दिल को तुझ पे मरना आ गया। तो आ भी जा, ना ना नजरे चुरा, ये ज़माना भी देखे जरा। आ भी जा, ना ना नजरे चुरा, ये ज़माना भी देखे जरा। जब से मेरे उफ ഋത്വിക് അഭിരാമി. ഡുവറ്റ് സോങ്സ് റൗണ്ടിൽ വന്നിട്ട് രണ്ടുപേരും തകർത്തു. നല്ല പവർ പാക്ഡ് ആയിരുന്നു. ദീപ്തി ആണല്ലേ പേര്? ചേച്ചി. ദീപ്തി എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ +1 പഠിക്കുക. +1 പഠിക്കുന്ന കുട്ടിയാണ്. ഓക്കെ. പക്ഷെ ഭയങ്കര ഇവിടെ നിന്നൊക്കെ ഫുൾ എനർജി വന്ന് അടിപൊളിയായിട്ട് പാടിയിരുന്നു. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് ഋത്വിക്. നമുക്ക് ജഡ്ജസിനോട് കമന്റ്സ് ചോദിച്ചു നോക്കാം. ശരത് സർ. ഋത്വിക് സർ. നന്നായിരുന്നു ഋത്വിക്. താങ്ക് യു സർ. എനിക്ക് കുറേ ഇഷ്ടമായി. താങ്ക് യു. പിന്നെ മൊത്തത്തിൽ ഇന്നൊരു രസം ഉണ്ടായിരുന്നു. ഒരു തരികിട ലക്ഷണം ഇല്ലായിരുന്നു ഇന്ന്. എന്താണെന്ന് അറിഞ്ഞൂടാ, പതിവിന് വിപരീതമായി രസമുണ്ടായിരുന്നു. എന്താ പറയണ്ട, ഒരു ഓളം ഉണ്ടായിരുന്നു, ഒരു എനർജി ഉണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ചരണം തുടക്കം, ആ പിക്കപ്പ് തുടങ്ങിയിട്ട് പിന്നെ അതൊരു കുഞ്ഞാന്നായി. അത് ആ തുടക്കം ഒന്ന് പാടും അത്. ഖുല്ലം ഖുല്ലം മുസ്കുരാ. ഇപ്പോൾ ഓക്കെ രാരാ വായി വരുന്നില്ല. അത് രാജാ വല്ലപ്പോഴും നാക്ക് പഠിക്കണം കേട്ടോ. പിന്നെ മോനെ എൻഡ് സമാന സര, അത് എന്തോ പറഞ്ഞ മേളി പാടിയല്ലോ നീ, അതൊന്ന് കൃത്യമായിട്ട് പാടുവോ? तो अभी जा, ना ना नजरे चुरा, ये जमाना भी देखे जरा. കൊള്ളാം, അതിനൊരു സുഖമുണ്ട് കേട്ടോ. ഇതിനോട് അങ്ങോട്ട് ഒട്ടുന്നില്ലെങ്കിലും അതിനൊരു സുഖമുണ്ട്. പെട്ടെന്ന് അങ്ങനെ ഒരു സംഗതി ഇതിലൊന്നും ഇങ്ങനെ ഒരു ഫോറിൻ എലിമെന്റ് ആയിട്ട് നിൽക്കുകയാണ്, എങ്കിലും അതിനൊരു സുഖമുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? സുഖമാണ്. സുഖം. ആ, എനിക്കിഷ്ടമായി. താങ്ക് യു സർ. നീ പാടിയത് എനിക്കിഷ്ടമായി. ദീപ്തി, എന്തുണ്ട് വിശേഷം? വിശേഷം സർ. ഇല്ല, ദീപ്തിയെ കണ്ട് നമ്മുടെ ആങ്കർ പറഞ്ഞത് ദീപ്തിക്ക് ഇഷ്ടമായി. സത്യം പറ, +1 പഠിക്കുന്ന കുട്ടിയാണോ? ഞാൻ വിചാരിച്ച മുത്തശ്ശിയായിരിക്കും. അങ്ങനെയല്ല, +1 പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയിൽ നിന്നും ഇത്രയും എനർജി വന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. +1 ഒന്നും പഠിക്കണമെന്നില്ല. നല്ല ആത്മാക്കൾ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട എനർജി കിട്ടും. അത് മനസ്സിലാക്കണം കേട്ടാ. മനസ്സിലാക്കിയിരിക്കുന്നു. ദീപ്തി, എന്തുണ്ട് വേറെ വിശേഷം? ഇങ്ങനെയൊക്കെ പോണു. +1 പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞല്ലോ. നേരത്തെ ഒരു റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു, അതിന്റെ ജേണി ഇപ്പൊ കഴിഞ്ഞു. എങ്ങനെയുണ്ട് മൊത്തത്തില് സംഗീത ജീവിതം? സംഗീത ജീവിതം നന്നായി പോണു. പാട്ടുപഠിത്തം 13 വർഷമായിട്ട് പഠിക്കുന്നത്. വെരി ഗുഡ്. ഇപ്പോൾ ഒരുവിധം മുകളിൽ പാടാനൊക്കെ ഉള്ള ഒരു ഇച്ചിരി ഇതുണ്ടെങ്കിൽ പഠിച്ചെടുത്തേക്കുന്നു, കുഴപ്പമില്ല. ഗുഡ്. ഓക്കെ സർ. അപ്പോൾ എല്ലാ നന്മയും ഉണ്ടാവട്ടെ ദീപ്തി. നന്നായി പഠിക്കുക, അതുപോലെ സംഗീതം വിട്ടുകളയരുത് കേട്ടോ. നല്ല ജ്ഞാനമുള്ള കുട്ടിയാണ്. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. താങ്ക് യു സർ. അൽഫോൺസ് ചേട്ടാ. ഋത്വിക് ആൻഡ് ദീപ്തി, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഋത്വിക്കിൻ്റെ നേരത്തെയുള്ള ഇതിലൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി ഒരു എന്താ പറയുക, ഒരു റിമാർക്കിന് ഇട്ടിട്ട് സാധാരണ പോവാറ്. ഇപ്രാവശ്യം പക്ഷെ നല്ല സ്റ്റഡി ആയിരുന്നു, നല്ല എനർജി ഉണ്ടായിരുന്നു. നല്ല എനിക്ക് ആകെ കൂടെ എനിക്കൊരു ഇഷ്യൂ തോന്നിയത് BGMന്റെ സമയത്ത് ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ മുഖത്ത് കാണിക്കരുത്. അതാണ് ഒരു ബെസ്റ്റ് പെർഫോമറുടെ ഒരു ഇത്. അപ്പം അത് ആ ഒരു ടെൻഷൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അല്ല ആയോ എന്തായാവോ അങ്ങനെ ഒരു
അത് ആ ഒരു ഇതിങ്ങനെ മുഖത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഒന്നും പറയുന്നില്ലെങ്കിലും ഇടയ്ക്ക് ദീപ്തിനെ നോക്കുന്നുണ്ട്. ദീപ്തി തുടങ്ങാവോ ദീപ്തി എന്നൊക്കെയുള്ള പോലെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പം അതിങ്ങനെ മൊത്തത്തിൽ ഒരു BGMന്റെ സ്ഥലത്ത് മാത്രം. അത് കഴിഞ്ഞ് ഫ്രീ ആയി ആള്, പിന്നെ ഉഷാറായി. അപ്പം ആ ഒരു ഏരിയ മാത്രം ഇതെടുക്കണം. ടെൻഷൻ ഉണ്ടാവും നമുക്ക് ചില സമയങ്ങളിൽ, എവിടെ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. മേ ബി നിങ്ങൾക്ക് ഒരു പ്ലേസ്മെന്റ് നിങ്ങൾ ഫിക്സ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ഇത് വരാണെങ്കിൽ രണ്ടുപേരും കുറച്ച് പുറകിലോട്ട് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഡ്രമ്മിൻ്റെ അടുത്ത് നിൽക്കുകയോ, എന്നിട്ട് ഒരു പൊസിഷനിൽ ആളുകൾക്ക് അങ്ങനെ ഒരു ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ നിന്നുകൊണ്ട് തന്നെ പരസ്പരം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അത് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യണം എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത്. മനസ്സിലായോ? നിങ്ങൾക്ക് അത് പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് അറിയാലോ ഇന്ന ഏരിയകളിലാണ് മെയിൻ പ്രശ്നം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അന്നേരം നമുക്ക് ഇങ്ങനെ ഒരു ലേ ഔട്ടിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കോൺസെപ്റ്റ് എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ രണ്ടുപേരും തിരിഞ്ഞു നോക്കുന്ന, അല്ല ദീപ്തി നോക്കുന്നില്ല, ഋത്തിക് തിരിഞ്ഞു നോക്കുന്നത് രണ്ടും പുറകിലോട്ടാണ്. ഒന്ന് ഇങ്ങോട്ട് നോക്കണം, ഒന്ന് ഇങ്ങോട്ട് നോക്കണം. അപ്പോൾ ശരിക്കും വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യും. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതർവൈസ് ഒരു നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം. ഋത്വിക് ആൻഡ് ദീപ്തി നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു മാം. ഋത്വിക്കിന്റെ ഫോർത്തെ ആണ് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ അടിച്ചു പൊളിച്ച് അങ്ങോട്ട് ഫ്രീക്ക് ഔട്ട് ചെയ്ത് പാടും ഋത്വിക്. ഇന്ന് പക്ഷേ ഋത്വിക്കിന്റെ ആ ഫുൾ എനർജി അങ്ങോട്ട് വന്നില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഋത്വിക്ക് കുറച്ച് പല്ലവിയിൽ ഋത്വിക്കിന്റെ എനർജി നന്നായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഋത്വിക്ക് എങ്ങാനും പെശകായാലോ, ഞാൻ ഓവർ കിടന്ന് തുള്ളണ്ടെന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ഇൻഹിബിഷൻ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. സോ കുറച്ച് കോൺഷ്യസ്നെസ് തോന്നിയായിരുന്നു എനിക്ക്. സിംഗിങ് വൈസ് ഇറ്റ് വാസ് വെരി നൈസ്. എനിക്ക് തോന്നി ആ ഋത്വിക്കിൻ്റെ യൂഷ്വൽ ബ്ലാസ്റ്റ് ഔട്ട് ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട് കുറച്ച് മിസ്സായോന്ന്. ഋത്വിക് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റേജിൽ കൃത്യ റൗണ്ട് വിട്ടേക്ക്, അത് കഴിഞ്ഞ് ബാക്കി എന്ത് ജോണർ ഓഫ് സോങ് ആയാലും ഋത്വിക് അവിടെ വന്ന് അടിച്ച് പൊളിച്ച് എല്ലാവർക്കും ആ ഒരു എനർജി കൊടുത്തിട്ടല്ലേ പോകാറുള്ളൂ. ഒരു വോൾക്കാനിക് ഇറപ്ഷൻ പോലെ ഋത്വിക് അവിടെ കിടന്ന് പെർഫോം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സോ ഇന്ന് ആ എനർജി ആൻഡ് പവർ, ആ ഒരു ടോട്ടൽ വൈബ്രേഷൻ കുറച്ച് ലാക്കിംഗ് ആയിരുന്നു. ഓക്കെ, ആൻഡ് എനിക്ക് ആ അരേരെ ദാറ്റ് പ്ലേസ് വാസ് ലിറ്റിൽ കൺഫ്യൂസിങ് ഫോർ മീ. ആൻഡ് സെക്കൻഡ് ചരണം വാസ് വെരി വെരി നൈസ്. ആൻഡ് ദീപ്തി യു ആർ എക്സലൻറ്റ്. എനിക്കൊരു ചെറിയ സജഷൻ മാത്രമേ ഉള്ളൂ ദീപ്തിയുടെ അടുത്ത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്ന ദീപ്തി കണ്ണടച്ച് പാടിക്കോളൂ, പക്ഷെ മൈക്ക് എവിടെയാണെന്നും കൂടി ഒന്ന് നോക്കിയിട്ട് മതി കേട്ടോ, കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടോന്ന്. ബിക്കോസ് യു ആർ സിംഗിങ് സോ ബ്യൂട്ടിഫുള്ളി ആൻഡ് യുവർ പിച്ചിങ് ഇസ് സോ ഫാന്റാസ്റ്റിക്. പക്ഷെ മൈക്ക് കുറച്ച് ഇവിടെ എവിടെയാണ്. ഓക്കെ, ടെലികാസ്റ്റ് നോക്കി അറിയാം. ഓക്കെ, ഓൺലി ദാറ്റ് യു ഫാന്റാസ്റ്റിക് സിംഗർ. താങ്ക് യു മാം. വെരി വെൽ ഡൺ. താങ്ക് യു ജഡ്ജസ്. മാർക്സ് ചോദിക്കാം. ശരത് സർ. ഋത്വിക് സർ പറയൂ. നീ കൃത്യമായിട്ട് പറയുമല്ലോ, എൻ്റെ മനസ്സ് വായിച്ചറിയാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ് നീ. ആ വരട്ടെ. 23. ഇതല്ലേ ഞാൻ പറഞ്ഞത്. 23 മാർക്സ്. 23 on 25. അൽഫോൻസ് ചേട്ടാ. ഋത്വിക്കിന് 23 മാർക്സ്. 23 on 25. മഹതി മാം. 23. 23 on 25. അപ്പോൾ ടോട്ടൽ 69 on 75. നല്ല സ്കോറാണ്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ തേർഡ് സ്റ്റേജിലെ 3 പെർഫോമൻസസും? കൃതി കുറച്ച് പ്രശ്നമായിരുന്നു. വെസ്റ്റേണും ഞാൻ സാധാരണ പാടുന്ന പോലെ അത്ര. ദീപ്തി പ്രോബബ്ലി ലക്ക് കൊണ്ടുവന്നതായിരിക്കും അല്ലേ? നല്ല മാർക്സ് കിട്ടി. സോ താങ്ക് യു ദീപ്തി, ഋത്വിക്കിനെ സപ്പോർട്ട് ചെയ്തതിന്. താങ്ക് യു. അടുത്തതായി അജിത് പാടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഫോറിൻ ലാംഗ്വേജ് സോങ്സ് റൗണ്ടിൽ. പക്ഷെ ബിഫോർ ദാറ്റ് വി ഹാവ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. അടുത്തതായി പാടാൻ വരുന്നത് ഫോറിൻ ലാംഗ്വേജ് സോങ്സ് റൗണ്ടിൽ അജിത് ആണ്. സോ ലെറ്റ്സ് വെൽക്കം അജിത് ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. ഹായ്, അടുത്തതായി ഞാൻ പാടാൻ പോകുന്നത് ഫോറിൻ ലാംഗ്വേജ് ആണ്. ഫോറിൻ ലാംഗ്വേജ് എൻട്രിക്യു ഇഗ്ലേഷ്യസിൻ്റെ ബൈലാമോസ് എന്ന ഒരു ഗാനമാണ് ഞാൻ പാടുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.
We can make it happen, so sure. I won't let it go. That is something I think you should know. I won't be leaving your side. We're gonna dance through the night. I want to reach for the star. Bailamos, let the rhythm take you over. Bailamos, take it on, amo mio. Bailamos, wanna live this night forever. Bailamos, take it on, amo mio. Take it on. Oh, tonight we dance. Oh, I know tomorrow. Oh, if you will stay with me, take it off. Bailamos, let the rhythm take you. Bailamos, take it on, amo mio. Bailamos, wanna live this night forever. Bailamos, take it on, amo mio. Bailamos, let the rhythm take you over. Bailamos, take it on, amo mio. Bailamos. അജിത്, ഹായ്. ഫോറിൻ ലാംഗ്വേജ് സോങ് ആദ്യമായിട്ടാണോ പാടുന്നത്? അതെ, ആദ്യമായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അതും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലാണ്. ഞാൻ ആദ്യമായിട്ട് പാടുന്നോണ്ട് പറയാനില്ല, ഇതുവരെ പാടിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പായി. ഇനി ഇങ്ങനെയുള്ള സോങ്ങുകളൊക്കെ എടുത്ത് പഠിക്കും, തീർച്ചയായിട്ടും അവതരിപ്പിക്കും. ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നല്ലേ ഈ റൗണ്ട്? ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം കമന്റ്സ്. ശരത് സർ, എനിക്കിഷ്ടമായി അജിത്ത് പാടിയത്. കാരണം എന്തോ ആദ്യമായിട്ടല്ലേ പാടുന്നത്. അതെ അതെ. അപ്പം അതിൽ വലിയ എന്താ പറയണ്ട, എടുത്ത് പറയേണ്ട വിധത്തിലൊന്നും ഒരു സംഭവങ്ങളില്ല. നമ്മളൊരു ഡയലാമ പാടുന്നതാണ് ബയലാമസ് പാടി തീർത്തു, അത്രേ ഉള്ളൂ. അപ്പം അത് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ അദ്ദേഹം കൂടെ വായിച്ചുകൊണ്ട് പ്ലേ ചെയ്തുകൊണ്ട് പാട്ട് പാടിയത്, അതിൻ്റെ പാട്ട് പാടിയത് സൂപ്പർ. താങ്ക് യു. പിന്നെ അജിത്ത് ചില സ്ഥലങ്ങളൊക്കെ ഈ ചില പാടുന്നതിൽ നമ്മുടെ ഒരു സിനിമാ പാട്ടിൻ്റെ വികാരം ചില ഏരിയകളിലുണ്ട്. അത് കുഴപ്പമില്ല. അപ്പം അതിന് ആരും കേസിടാനൊന്നും പോകുന്നില്ല. ആ, ഇനി നന്നായിക്കോളാം. കേസിടുന്ന കാര്യമോ? പാട്ട് അത് നന്നായിക്കോ. നമ്മൾ എപ്പോഴും എന്താ പറയുക, നന്നാക്കിക്കൊണ്ടിരിക്കണം, എങ്കിലേ അത് നമ്മൾ ശരിയാവത്തുള്ളൂ കേട്ടോ. അതേ ഉള്ളൂ. അതല്ല, എൻഡിങ് എന്താണ്? ഇവിടെ വന്ന് കൈയൊക്കെ കാണിച്ചിട്ട് നിന്നില്ലല്ലോ മ്യൂസിക്. പിന്നെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെയാണ്. അങ്ങനെ കൈ കാണിച്ച് നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ അവർ കുറേ കൂടെ വായിച്ച് തീർക്കും. അപ്പം എന്താണ് നിങ്ങളുള്ള സിങ്ക്? പറയൂ. നമ്മൾ സ്റ്റോപ്പ് എന്ന് കാണിച്ചിട്ട് ചിങ് ചക്ക ചിങ് ചക്ക ചിങ് ചക്ക ചിങ് ചക്ക ചിങ്, അങ്ങനാണോ അതിൻ്റെ ഒരു നടപടി? നമ്മൾ നിർത്തുമ്പോൾ കൃത്യമായിട്ട് തീരണോ വേണ്ടേ? തീരണം. ആ, പിന്നെ ഒരു കഞ്ഞാകുഞ്ഞാന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് പറയേണ്ടത്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ബാൻഡ് അവരെയൊക്കെ പോയി കാണുകയും അവർക്ക് മാക്സിമം അവരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ അവരൊന്നും അല്ലെങ്കിൽ അവർ കൈപ്പൊക്കെ അവർ നിർത്തിത്തരും, അല്ലെങ്കിൽ മെയിൻ സ്വിച്ചെങ്കിലും ഓഫ് ചെയ്ത് തരും. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ചെയ്യത്തില്ല. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതേ അല്ല, അതാണ് കുഴപ്പം. ഇത്രയും കഷ്ടപ്പെടുന്നവരല്ലേ. പറയൂ അജിത്ത്, പറയൂ. ഇത്രയും പേരെ സ്നേഹിക്കുന്നുണ്ടോ അജിത്ത്? തീർച്ചയായും. എത്രയും? ഒരു 100 എന്നുള്ള അക്കത്തിൽ ആണെങ്കിൽ ഇവർക്ക് എത്ര മാർക്ക് വെച്ച് സ്നേഹിക്കുന്നുണ്ട്?
100% സ്നേഹമാണ് എല്ലാവരോടും. ഉറപ്പാണോ? ഉറപ്പാണ്. ഷോ, ഇങ്ങനൊരു മനുഷ്യനുണ്ടാവുമോ? ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. അത് എനിക്ക് എല്ലാം ഇഷ്ടമായി അജിത്ത്. അത് കുറച്ചും കൂടെ എന്താ പറയണ്ടത്, അത് എത്രത്തോളം നമ്മൾ ഓരോന്നിൽ വർക്ക് ചെയ്യുന്നു അതിനുള്ള ഗുണവും ഫലവും ദൈവം തരും കേട്ടോ. അത് ചെയ്യുക. നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ പിടിച്ചെടുക്കണം. അതിനുള്ള ശ്രമം വേണം അജിത്തിൻ്റെ കയ്യിൽ നിന്ന് നടക്കുക. എന്തൊക്കെയാലും ഇതൊരു പുരോഗമനമാണ് ഉറപ്പായിട്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ചേട്ടാ. അജിത്തേ, എന്തോ ഇതെന്താണ് ഇവിടെ കണ്ടത്? ഞാൻ അജിത്ത് ഇത്ര നന്നായി ഇംഗ്ലീഷ് പാടുന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ശരിക്കും. പാടുമായിരിക്കും, ട്രൈ ചെയ്യും എന്നുള്ളത് കവിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്കും കുറേ പോർഷനിൽ തീർച്ചയായിട്ടും പ്രൊനൗൺസിയേഷൻ്റെ പ്രോബ്ലം ഉണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു ബേസിക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. കറക്റ്റായിട്ട് പറയാനുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു സിംഗിങ് ആണെങ്കിൽ പോലും അതിനകത്ത് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ആളിങ്ങനെ കേട്ട് പഠിക്കുമ്പോഴത്തേക്കും വരാവുന്ന മിസ്റ്റേക്കുകളിൽ കുറേ മിസ്റ്റേക്കൊക്കെ ഓൾറെഡി അജിത്ത് ശരിയാക്കി കഴിഞ്ഞു. ഇനി ചില ഇതുകളുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ നിന്നല്ല ഞാൻ പറഞ്ഞില്ലേ, അജിത്തിനെ ഞാൻ അത് പഠിപ്പിച്ച് തരുന്നതായിരിക്കും ഉറപ്പായിട്ട്. കാരണം അജിത്തിന് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു കേട്ടോ. വളരെ നന്നായിരിക്കുന്നു. ഐ റിയലി വോണ്ട് ടു അപ്രിഷിയേറ്റ് യു ആ ഒരു കാര്യത്തിൽ. ഓക്കെ, കുറച്ച് വാക്കുകളുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. ഐ വോണ്ട് ടുമോറോ, അങ്ങനെ കുറേ ഇതുകളുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ പാട്ട് പിന്നെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു അറപ്പുണ്ടായിരുന്നു ഞാൻ പാടി ശരിയാകുമോ. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ചില ഭാഗങ്ങളിൽ ഒന്ന് പുറകോട്ട് വലിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അത് ശരിയല്ലേ? ഒരു കോൺഫിഡൻസോട് കൂടി അങ്ങ് തുറന്ന് പാടുന്നില്ല ചില ഭാഗങ്ങൾ. അത് വേണ്ട, തെറ്റണെങ്കിൽ തെറ്റട്ടെ, എന്തായാലും ഇത്രയും ഇതായില്ലേ, ഒരു വഴിക്ക് പോകണല്ലോ, ഓണമൊക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പാടണം ധൈര്യമായിട്ട്. ആ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു സംഭവം മാത്രം മിസ്സിങ് പക്ഷേ യു ക്യാൻ, എന്താ പറയുക, അജിത്തിന് ഇനിയും പോകാനുണ്ട് വഴി ദൂരെ കേട്ടോ. കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം. അജിത്, സത്യമായിട്ട് അജിത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വെരി നൈസ്. അജിത്തിനും ഇങ്ങനെ വെസ്റ്റേൺ സോങ്സ് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അജിത്ത് പ്രൂവ് ചെയ്തു. സോ വെരി ഗുഡ്. അജിത്ത് എത്രമാത്രം പാട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ മലയാളം ടിഞ്ചൻ സ്ലാങ് കയറി വന്നായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. അജിത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജോണർ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ കേൾക്കാൻ തന്നെ. ഇതായിരിക്കും ഫസ്റ്റ് ടൈം കേട്ടത് തന്നെ അല്ലേ? ഒരു മര്യാദയ്ക്ക് ഒരു ഇംഗ്ലീഷ് പാട്ട് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഓക്കെ, അജിത്തിന് ഇത്രയും പരിശ്രമത്തിന് റിയൽ ഹാറ്റ്സ് ഓഫ്. ഓക്കെ, ഐ എം സോ ഹാപ്പി, ആക്ച്വലി വെരി വെരി ഹാപ്പി ദാറ്റ് യു ആർ ഏബിൾ ടു സിങ് സച്ച് കൈൻഡ് ഓഫ് സോങ്സ്. സോ വളരെയധികം സന്തോഷമുണ്ട് അജിത്ത് ഇങ്ങനെ പഠിച്ച് എഫേർട്ട് ഇത്രയും എടുത്ത് പാടിയതിന്. ആൻഡ് ഷിബുവിൻ്റെ സെക്കൻഡ്സ് വാസ് ലൈക്ക് അമേസിങ്, വെരി നൈസ്. അത്രേ ഉള്ളൂ അജിത്ത്, ഞാനൊന്നും എഴുതിയില്ല. ഓക്കെ, എനിക്ക് ആ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമായി. ദ വേ യു സെഡ് സം വേർഡ്സ്, അത് നല്ല രസമുണ്ടായിരുന്നു. ആകെ ഒരു എന്താ പറയുക, ഒരു 45% അജിത്ത് അതിൽ കയറി. ഇനിയിപ്പോൾ ആ റെസ്റ്റും കൂടി ഒന്ന് ശരിയൊക്കെ എടുത്താൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. അജിത്തിന്റെ ഈ പെർഫോമൻസിന്റെ മാർക്സ് നമുക്ക് ചോദിക്കാം. ശരത് സർ. അജിത്തെ 21.5. 21.5 on 25. Alphonse ചേട്ടാ 21.5. 21.5 on 25. Mahati ma'am 21.5. 21.5 on 25. Total 64.5 on 75. ഓക്കെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഹാപ്പിയാണ് അജിത്തിന്റെ ഈ ഒരു ഇംപ്രൂവ്മെന്റ് കാണാൻ. ഇനി അങ്ങോട്ടുള്ള ജേർണി നന്നായി തന്നെ വർക്ക് ചെയ്ത് എല്ലാ റൗണ്ട്സിലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യണം. ഓൾ ദി ബെസ്റ്റ് അജിത്. താങ്ക് യു. അടുത്ത പെർഫോമർ ആരാണെന്ന് അറിയാൻ ചെറിയൊരു കാത്തിരിപ്പിന്റെ ആവശ്യമുണ്ട്. സോ ഡോണ്ട് ഗോ എനിവേ, വിൽ ബി റൈറ്റ് ബാക്ക് ഓൺ സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. അടുത്തതായി പാടാൻ എത്തുന്നത് തേർഡ് സ്റ്റേജിലെ സെക്കൻഡ് പെർഫോമൻസുമായി ലക്ഷ്മിയാണ്. സോ സ്വാഗതം ചെയ്യാം ലക്ഷ്മി ടു പെർഫോം ഇൻ ദ റൗണ്ട് ഡുവറ്റ് സോങ്സ്. അടുത്തത്
പോകുന്നത് ഡ്യുവറ്റ് സോങ് റൗണ്ടാണ്. ഞാൻ ഡ്യുവറ്റിന് എൻ്റെ പേരിൻ്റെ പേര് ദീപക് എന്നാണ്. ഞങ്ങൾ പാടാൻ പോകുന്നത് വിരട്ട് എന്ന മൂവിയിലെ ആൻഡ്രിയ ആൻഡ് നരേഷ് അയ്യർ പാടിയിരിക്കുന്ന പോതും പോതും കേക്കിരായ് എന്ന് തുടങ്ങുന്നൊരു വെസ്റ്റേൺ ടൈപ്പ് സോങ് ആണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. போதும் போதும் ஏங்கிறாய் தீரும் உன்னை கேட்கிறாய் இன்னும் இன்பம் வேண்டுமா போய் விரட்டு என்னை கொள்ளைவிட்டு போகின்றாய் மிச்சம் இது இல்லாமல் நெஞ்சை அள்ளிக்கொண்டு போகின்றாய் அழாமல் ஊராதே என்னாலும் தீராதே இல்லாமல் என்னோடு வா போதும் கேட்கிறாய் தீரும் முன்னே கேட்கிறாய் இன்னும் இன்பம் வேண்டுமா போ விரட்டு தேடி கண்மூடினா போவோம் தேடலாம் தீர்ந்தால் நீயும் நானும் சேர்வோம் காதல் வீரட்டு காமம் திரட்டு போதை விரட்டு காதல் வீரட்டு காமம் திரட்டு போதை விரட்டு
ലക്ഷ്മി ഹായ്. തേർഡ് സ്റ്റേജിൽ സെക്കൻഡ് പെർഫോമൻസ് ആണ്. ഡുവറ്റ് സോങ്സ് റൗണ്ട്. ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരൂ കൂടെ വന്നിരിക്കുന്നത്. ദീപക് ബാൻഡിൽ പെർഫോം ചെയ്യുന്ന ആളാണ്. അസ്ട്ര 13 എന്ന് പറയുന്ന ഒരു ബാൻഡിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി പ്രൊഫഷൻ സിംഗിങ് തന്നെയാണോ അതോ അങ്ങനെ യെസ് 1 year ആയിട്ട് ഞാനിപ്പോൾ ഒരു ബാൻഡിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഉണ്ട്. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ. ഡാൻസേഴ്സ് സ്റ്റെയർ ഒക്കെ കൊണ്ടുവന്ന് പ്രോപ്പർട്ടി ഒക്കെ യൂസ് ചെയ്ത്. ആൻഡ് ഓൾസോ ലക്ഷ്മി ഹെഡ് ബാങ് ഒക്കെ ട്രൈ ചെയ്തു മുടി വെച്ചിട്ട്. യൂഷ്വലി ഞാൻ ഐ സീൻ ഓൺലി ഗൈസ് ഡൂയിങ് ദാറ്റ്. എനിവേസ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമുക്ക് മ്യൂസിക്കൽ ആസ്പെക്ട്സിനെ പറ്റി ചോദിച്ചു നോക്കാം. ശരത് സർ. ലക്ഷ്മി കൊള്ളായിരുന്നു. ലക്ഷ്മി, ഇത് ഏത് ഫിലിം? വിരട്ട്. വിരട്ട മൊത്തത്തിലൊരു വിരട്ടായിരുന്നു. ആരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ? ധരൺ. ഓക്കെ, ഇത് ആരാ പാടിയ? ആൻഡ്രിയ ആൻഡ് നരേഷ് അയ്യർ. ആഹാ. പിന്നെ വേറെന്ത്? ഇതിലാരാ അഭിനയിച്ചത്? പറഞ്ഞോളൂ, അറിയാവോ? EMS മോളെ, അത് രാഷ്ട്രീയ നേതാവ് അതേ ഇല്ലിപ്പോ ജീവനോടെ? അറിഞ്ഞൂടാ? നമുക്കും അറിഞ്ഞൂടാ. നിങ്ങളുടെ ആയിരുന്നെങ്കിലും കേട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാ ചോദിച്ചത്. അപ്പോൾ ഒരു എന്താ പറയണ്ട, ഒരു 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 ജും ജും പാട്ടായിരുന്നു. രസമുണ്ടായിരുന്നു ലക്ഷ്മി. എനിക്ക് പ്രധാനമായിട്ട് തോന്നിയ ലക്ഷ്മി ഇപ്പം ഈ മൈക്ക് വല്ലാണ്ട് ദൂരെ പിടിച്ച് അതെന്താ പറയണ്ട, ഒരു ഇത് മുകളിലൊക്കെ പാടുമ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ, അവിടെ പൊട്ടുമോ എന്നൊക്കെ ആലോചിച്ചാണ് ലക്ഷ്മി പാടുന്നത്. അത് കുറച്ചും കൂടെ ഒരു കൂളായിട്ടൊക്കെ പാടണം. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാലും എന്താ പറയണ്ടേ, പട്ടിയുടെ വേഷം ഇട്ടാൽ നമ്മൾ കുരച്ചേ പറ്റൂ അല്ലേ? അതുപോലെ നമ്മൾ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയാൽ അങ്ങ് ചെയ്തേക്കാം. പിന്നെ അതിന് നമ്മൾ ഈ പപ്പാതി 50-50 ബിസ്ക്കറ്റേ ഉള്ളൂ. മനസ്സിൽ അങ്ങനെ വെച്ചാൽ നമുക്ക് പാടാൻ പറ്റത്തില്ല കേട്ടോ. അതങ്ങ് മാറ്റിക്കളയുക. പിന്നെ മൊത്തത്തിലൊരു രസം ഉണ്ടായിരുന്നു. ദീപക് നന്നായിരുന്നു. ദീപക് ഇവിടെ മുഴുവൻ അമ്പലത്തിൻ്റെ പ്രദക്ഷിണം വെക്കുന്നോണം ഓടി നടക്കുന്നുണ്ട്. നല്ല ഭക്തിയുള്ള ആളാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയാലും എല്ലാ നന്മയും ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ചേട്ടാ. ലക്ഷ്മിയുടെ ഒരു സ്ട്രെങ്ത്, പ്രത്യേകിച്ച് ഹൈലോട്ടൊക്കെ പോകുമ്പോഴുള്ള ആ ഒരു സ്ട്രെങ്ത് വളരെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് ഈ ഒരു സോങ്ങിൽ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറേ ഭാഗങ്ങളിലൊരു കൺഫ്യൂഷൻ ആണോ അതോ എന്താ, ഒരു എനർജി ഡ്രോപ്പായ പോലെ തോന്നി ആ ചരണം തുടങ്ങിയ സമയത്ത്. ഇത് ഒന്ന് മൊത്തത്തിൽ അക്കമ്പനിമെൻ്റ് കുറവായിരുന്നു, റിതം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് അതിൻ്റെ ഒരു ഗ്രിപ്പ് നിങ്ങൾ സിംഗിങ്ങിൽ കൂടി കൊടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്കൊരു തോന്നി. കാര്യം നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ ആ ഒരു പോർഷനിൽ ഒരു പൾസ് വന്നിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു മൂഡ് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തുടക്കത്തിൽ നിങ്ങളൊരു ഹാർമണി പോലെയൊക്കെ വന്ന് നിൽക്കുക, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കൃത്യമായിട്ട് ഒരു ടൈമിങ്ങും ഒരു ബ്രേക്ക് കൊടുത്ത് അങ്ങനത്തെ ഒക്കെ കുറേ സംഭവങ്ങൾ ചെയ്തില്ലേ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഓർക്കസ്ട്രയുടെ കൂടെ തന്നെ നിങ്ങൾ നല്ല ഗ്രിപ്പിൽ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ആ സ്റ്റാൻസയുടെ സമയത്തുള്ളൊരു ഒരു ചെറിയൊരു ഇതുപോലെ തോന്നി. പിന്നെ 1-2 സ്ഥലങ്ങളിൽ ഹൈയിൽ പോയോടുത്ത് ഒന്ന് അല്ലേ, ഏതൊക്കെയാ ഭാഗങ്ങളെന്ന് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ആദ്യത്തെ ഭാഗം നല്ലായിരുന്നു. ഞാനത് ഇവിടെ പ്രത്യേകം എഴുതി വെച്ചു, എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഈ അനുപല്ലയുടെ സമയത്ത് ഇങ്ങനെ തന്നെയാണോ അതിൻ്റെ മൂഡ്? ശരിക്കും ഒറിജിനൽ ഇങ്ങനെ തന്നെയാണോ പോയിരിക്കണേ? ഐ മീൻ വേറെ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ദ വോക്കൽസ് അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണോ അല്ലേ? ഓക്കെ. എനിവേ, പക്ഷെ അത് നമ്മളിങ്ങനെ അത് കുറച്ചും കൂടി ഒരു എനർജി അവിടെ വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൾസ് കിട്ടിയിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഒരു ഭയങ്കര ഒരു ഇതെന്ന് അങ്ങോട്ട് ഫീൽ ചെയ്യിക്കുന്നില്ല. അതൊരു പക്ഷെ ഇങ്ങനെയുള്ള എലമെന്റ്സ് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം. ലക്ഷ്മി നന്നായി പെർഫോം ചെയ്തു. എനിക്ക് നല്ല ഇഷ്ടമായി. ദീപക് വാസ് ഓൾസോ വെരി എനർജറ്റിക്, വെരി നൈസ്. ലക്ഷ്മിയുടെ വോയിസ് ത്രോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലക്ഷ്മിയുടെ ഒരു പവർ ഇൻ സിംഗിങ് ആൻഡ് ലക്ഷ്മി ഇത് ഞാൻ പാടിയിട്ട് അടങ്ങുമെന്ന് പറഞ്ഞൊരു എനർജി ഉണ്ടായിരുന്നു അതിൽ.
ചരണം ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു ചെറിയ ഡ്രോപ്പ് ഔട്ട് എന്ന് തോന്നി. അത് ഹൈസ് അയ്യോ പോകുന്നുണ്ടല്ലോ എൻ്റെ ദൈവമേ, വോയിസ് എങ്ങാനും ക്രാക്കായി പോയാൽ എന്താവും എന്ന് പറഞ്ഞൊരു ചെറിയ ഇൻഹിബിഷൻ അതുണ്ടായിരുന്നു ലക്ഷ്മിയുടെ മനസ്സിൽ. അത് അങ്ങോട്ട് കോളമായി ഫൈനൽ ആയപ്പോഴത്തേക്കും. ഓക്കെ, അവസാനം അത് എന്തായിരുന്നു, എന്താണ് ട്രൈ ചെയ്തത്, ഒന്ന് പാടും അത്. ഇങ്ങനെയാണോ ഫിനിഷിങ്? എൻഡിങ് ഇങ്ങനെയാണ്. ഇതാണ് ചെയ്തത്. അപ്പോ ഒന്നും കേട്ടില്ല, പകുതിക്ക് വെച്ച് അങ്ങോട്ട് നിർത്തി. പ്ലെയിൻ ടേക്ക് ഓഫ് ആയി തിരിച്ച് ലാൻഡ് ചെയ്ത പോലെയായിരുന്നു. മൈക്ക് ഇവിടെ ഇടാനായിരുന്നു ആ സമയത്ത്. ടെലികാസ്റ്റ് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, സോ ലാസ്റ്റ് പോർഷൻ ടോട്ടലി ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ലക്ഷ്മി. ബട്ട് അതർവൈസ് നൈസ് എനർജി യു ഹാഡ്. അത് ഒന്നും കൂടി അവസാനം വരെ ഒന്ന് പിടിച്ചു നിർത്തിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ലക്ഷ്മിയുടെ പെർഫോമൻസിന് കമന്റ്സ് കേട്ടു, മാർക്സ് ചോദിച്ചു നോക്കാം. ശരത് സർ. ലക്ഷ്മി 22 മാർക്സ്. 22 on 25. Alphonse ചേട്ടാ 22. 22 on 25. Mahati ma'am 22. 22 again on 25. Total 66 on 75. നല്ല സ്കോറാണ്. ഇനി ഒരു റൗണ്ട് കൂടി ഉണ്ടല്ലേ? അപ്പൊ നന്നായി തന്നെ ജഡ്ജസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും മൈക്ക് പ്ലേസ്മെന്റ് ഒക്കെ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് ഡു വെരി വെൽ. ഓക്കെ, താങ്ക് യു ദീപക്, ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയതിൽ.